ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരക്കും ഇതിന് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ നമ്മൾ ഓടി 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 ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നമ്മളൊരു കരിമീൻ കൃഷിയാണ് ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്നത്. കരിമീൻ കുഞ്ഞുങ്ങളുടെ ബ്രീഡിംഗ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കരിമീൻ കൃഷിയുണ്ട്. ഈ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട്. എൻ്റെ പേര് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് തൃക്കുന്നപ്പുഴ എന്ന ഗ്രാമത്തിലാണ് കരിമീൻ കൃഷി ചെയ്യുന്നത്. ഏകദേശം 27-28 വർഷമായി ഞാൻ ഈ മത്സ്യ കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ പ്രധാനമായി ഞാൻ ചെയ്യുന്നത് കരിമീൻ്റെ വിത്തുൽപാദനമാണ്. ആലപ്പുഴ ജില്ലയുടെ ഭംഗി കടലും കായലും മത്സ്യബന്ധനവും കയർപിരിക്കലും ജലയാത്രകളുമൊക്കെയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാന കൃഷി മീൻ വളർത്തൽ തന്നെയാണ്. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് സംരംഭകർ ആലപ്പുഴയിലെ ഓരുവെള്ളത്തിൽ മത്സ്യകൃഷി നടത്തുന്നു. അതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്ന പഞ്ചായത്താണ് തൃക്കുന്നപ്പുഴ. കായലിന്റെ മണമുള്ള കാറ്റേറ്റ് കിടക്കുന്ന ഗ്രാമം. ആലപ്പുഴയുടെ ഉൾനാടൻ ജലപാതയിലേക്കുള്ള ഒരു പ്രധാന പ്രവേശന കവാടമാണ് ഇവിടം. കനാലുകളും നദിയും തടാകങ്ങളും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമായ പ്രദേശം. മറ്റൊന്നിനു കൂടി പേര് കേട്ട സ്ഥലമാണ് തൃക്കുന്നപ്പുഴ, കയർ ഗ്രാമം എന്ന പേരിൽ. 4 വശവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കൊച്ചുദ്വീപ് അതിവർഷത്തിന്റെയോ പ്രളയത്തിന്റെയോ പേരിൽ ഇതുവരെ ഭയന്നിട്ടില്ല. സമുദ്രജലത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഇവിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കായൽ ജലത്തിനോട് ചേർന്ന് ചെറുതും വലുതുമായ നിരവധി കുളങ്ങളിൽ കരിമീനും കൊഞ്ചും ഞണ്ടുമടങ്ങുന്ന കായൽ മത്സ്യങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നു. അതിനൊപ്പം തന്നെ കരിമീൻ കുഞ്ഞുങ്ങളെ കർഷകർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രീഡിംഗ് യൂണിറ്റുകളാണ് ഇവിടങ്ങളിൽ സുസജ്ജമായുള്ളത്. അത്തരത്തിലുള്ള ഒരു ഫാമാണ് ഫക്രുദ്ദീൻ എന്ന കർഷകന്റെ ഈ കാണുന്ന പ്രദേശം. കേരളത്തിലെ തന്നെ വലിയ കരിമീൻ ഫാം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ഫക്രുദ്ദീന്റെ കൃഷിയും ബ്രീഡിംഗ് യൂണിറ്റും. ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് കരിമീൻ കുഞ്ഞുങ്ങളെ ഓരോ സീസണിലും വിറ്റഴിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതത്ര എളുപ്പമുള്ള ജോലിയൊന്നുമല്ല. കായലിൽ നിന്ന് കരിമീനുകളെ പിടിച്ചെടുത്ത് അവയെ ജോഡികളായി തിരിച്ച് വലിയ കുളങ്ങളിലേക്ക് മാറ്റി ബ്രീഡിംഗ് സൗകര്യം ഒരുക്കിയാണ് വിത്തുൽപാദനം നടത്തുന്നത്. സത്യം പറഞ്ഞാൽ അതിന് ഈ കർഷകനെ പ്രേരിപ്പിക്കുന്നത് കായലിനോടുള്ള അതിയായ ഇഷ്ടവും മത്സ്യകൃഷിയോടുള്ള അടങ്ങാത്ത ആവേശവുമാണ്. ഈ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലാണ് പ്രധാനമായിട്ടും കേരളത്തിലേക്ക് ഇന്ന് ആവശ്യമായ കൂടുതൽ വിത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിലെൻ്റെ ഒരു മദർ പോണ്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം 1 ഏക്കർ 60 സെൻറ്റ് വാട്ടർ ഏരിയ ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിൽ ഇത്തവണ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കരിമീൻ മാത്രമല്ല, കരിമീൻ ബ്രീഡിങ്ങിനോടൊപ്പം തന്നെ ഒരു മൾട്ടി ക്രോപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തവണ ഇതിൻ്റെ കൂട്ടത്തിൽ ടൈഗർ പോൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുള്ളറ്റ്, ഗ്രേ മുള്ളറ്റ് അഥവാ നമ്മൾ തിരുത മാല എന്നൊക്കെ പറയുന്ന മത്സ്യം ഇത്തവണ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെയുള്ള ഒരു ഇത് വെച്ചിട്ട് ഏകദേശം 40-45 ദിവസത്തോളമായി നമുക്ക് ഇത് ചെയ്തു തുടങ്ങിയിട്ട്, ഈ മിക്സിംഗ് ക്രോപ്പ് ചെയ്തു തുടങ്ങിയിട്ട് നല്ല ഗ്രോത്ത് റേറ്റാണ് പൊതുവിൽ കാണിക്കുന്നത്. ടൈഗർ ആണെങ്കിൽ ഏകദേശം 3.5 ഇഞ്ചിന് മുകളിൽ 4 ഇഞ്ച് വരെ വലിപ്പത്തിലേക്ക്, അഥവാ ഒരു 15 ഗ്രാം മുതൽ 20 ഗ്രാം വരെ ആയിട്ടുണ്ട് ടൈഗർ ഒരു 35-38 ദിവസം കൊണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് ഉണ്ടായിരുന്ന തിരുതയുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ 4 ഇഞ്ച് 4.5 ഇഞ്ച് വലിപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ കരിമീൻ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് ചെറിയ ജലാശയങ്ങളിൽ, വലിയ ജലാശയങ്ങളിൽ, അതോടൊപ്പം തന്നെ ചെറിയ നമ്മുടെ പടുതാക്കുളങ്ങൾ, ടാങ്കുകൾ ഒക്കെ ഈ കൃഷിക്ക് ഉപയുക്തമാക്കാവുന്ന സ്ഥലങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കരിമീൻ വളർത്തുമ്പോൾ മറ്റു മത്സ്യങ്ങളെ പോലെ നമുക്ക് കൂടുതൽ നമ്പർ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷല്ല കരിമീൻ. ഉദാഹരണത്തിന് 1 സെൻറ്റ് പോണ്ടിൽ നമുക്ക് വാളയാണെങ്കിൽ ഏകദേശം 300 വാള വരെ വളർത്താൻ പറ്റും. അതുപോലെ വരാലാണെങ്കിൽ 500 വരാൽ വരെ 1 സെൻറ്റിൽ വളർത്തുന്ന കർഷകരുണ്ട്. വളരെ വിജയകരമായി തന്നെ വളർത്തുന്നുണ്ട് അവർ. പക്ഷെ കരിമീൻ്റെ പ്രത്യേകത 1 സെൻറ്റിൽ പരമാവധി 150 കരിമീനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അതായത് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ഇത് നടക്കത്തില്ല. ഇല്ല, ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ഇത് നടക്കത്തില്ല. പിന്നെ കേജ് കൾച്ചറിനകത്ത് ഒരു പക്ഷേ ഇതൊരു നമുക്ക് പറയാൻ പറ്റും ഹൈ ഡെൻസിറ്റി ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്ന് പറയാൻ 4x4x4 എന്ന് പറയുന്ന 4 മീറ്റർ നീളം, 4 മീറ്റർ വീതി, ഏകദേശം 3 മീറ്റർ ആഴമുള്ള ഒരു കേജിനകത്ത് നമുക്ക് 1500-2000 വരെ വളർത്താൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ കായലുകളിൽ, നമുക്ക് വിശാലമായ കായലുകളിലും ഒഴുക്കുള്ള സ്ഥലങ്ങളിലുമാണ് ഇത് ചെയ്യുന്നത്. അതൊരു ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, കേജ് കൾച്ചർ. എന്നാൽ അല്ലാതെ നമ്മൾ കരിമീൻ എവിടെയും ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ബുദ്ധിമുട്ടാകുന്നത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മത്സ്യത്തിന് വേറെ മറ്റു മത്സ്യങ്ങളെ അപേക്ഷിച്ച് കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഈ മത്സ്യം ഒരു ഷൈ ഫിഷാണ് പ്രധാനമായിട്ടും. ഷൈ ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ സാന്നിധ്യം ഇത് ആഗ്രഹിക്കുന്നില്ല.
ഒരിക്കൽ പോലും നമ്മുടെ സാന്നിധ്യത്തിൽ ഇത് അകന്നു പോകാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ തീറ്റ കൊടുക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും നമ്മൾ പരിശീലിപ്പിച്ചാൽ പോലും നമ്മുടെ സാന്നിധ്യം ഇത് ആഗ്രഹിക്കാത്തൊരു ഫിഷാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിനകത്ത്. പിന്നെ ഹൈ ഡെൻസിറ്റിയിൽ ഇതിൻ്റെ ഒരു എയറേഷൻ ഒക്കെ മറ്റു മത്സ്യങ്ങളെ പോലെ നമ്മൾ ബ്ലോവറിലൊന്നും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈൽഡ് ആനിമൽ എന്നൊക്കെ പറയുന്ന ഒരു വൈൽഡ് മത്സ്യമാണ്. ഇത് കായലിൽ വളരുന്ന ഒരു മത്സ്യമാണ്. കായലിൽ വളരുന്ന ഒരു വൈൽഡ് മത്സ്യം തന്നെയാണ് ശരിക്കും. അപ്പം നമ്മൾ ഇവനെ ഇണക്കി നമ്മുടെ ഒരു കൃഷിയായിട്ട് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? അത് നമുക്ക് നിലവിൽ വൈൽഡ് മത്സ്യമാണ് ഇത് എങ്കിൽ പോലും നിലവിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കരിമീൻ കൃഷി ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വ്യാപകമായി കരിമീൻ കൃഷി ആരംഭിച്ചിട്ട് ഒരു 10 കൊല്ലത്തോളം ആയിട്ടുള്ളൂ. വളർത്താൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം പ്രധാനമായിട്ടും കരിമീൻ വിത്തിൻ്റെ അവൈലബിലിറ്റി ആയിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധി. എന്നാൽ കഴിഞ്ഞ 8-9 വർഷമായിട്ട് നമ്മൾ കരിമീൻ വിത്ത് ഉൽപ്പാദനത്തിൽ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കരിമീൻ വിത്ത് ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് പോലും സപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇതേപോലുള്ള മീഡിയാസിലൂടെ കരിമീൻ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ പദ്ധതികൾ പുറത്തേക്ക് അറിയുകയും ചെയ്തതോടുകൂടി ആളുകൾ ചെറുതായിട്ട് തുടക്കത്തിൽ വരികയും ഇന്ന് കേരളത്തിൽ വ്യാപകമായി കരിമീൻ കൃഷി ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ഒരു 3 മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് മാത്രം 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ കരിമീൻ കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് പോകുന്നുണ്ട്. നമുക്കിതൊരു ശുദ്ധജല മത്സ്യകൃഷിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും. ഇത് ശുദ്ധജലത്തിലും മറ്റു മത്സ്യങ്ങളെ പോലെയല്ല. ഇത് ശുദ്ധജലത്തിലും ഓരോ ജലത്തിലും ഒരേപോലെ വളരുന്ന മത്സ്യമാണ് കരിമീൻ. ഇതിൻ്റെ വളർച്ചയിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശുദ്ധജലത്തിലെ മത്സ്യത്തിന് വലിപ്പം കൂടുതലായിരിക്കും. എന്നാൽ അത്രയും വലിപ്പം ഉപ്പുവെള്ളത്തിലെ മത്സ്യം വെക്കില്ല. പക്ഷെ ടേസ്റ്റ് പരിഗണിക്കുമ്പോൾ ശുദ്ധജലത്തിലെ മത്സ്യത്തിനേക്കാൾ ടേസ്റ്റ് കായൽ മത്സ്യത്തിനായിരിക്കും. അതാണ് ഒരു പ്രത്യേകത. ഇത് രണ്ടിടത്തും വളരും. ഒരു 25 PPT ഉപ്പിൽ വരെ കരിമീൻ കൃഷി ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൻ്റെ ക്ലൈമറ്റ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു തണുപ്പോ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടോ? ടെമ്പറേച്ചർ ഒരു പ്രശ്നമുണ്ട്. അമിതമായ തണുപ്പ് കരിമീനിൽ രോഗസാധ്യത ഉണ്ടാക്കുന്നുണ്ട്. നല്ല തണുപ്പ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം ടെമ്പറേച്ചർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തീറ്റയുടെ അളവ് കുറയും. തീറ്റ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീറ്റയുടെ അളവ് കുറയുമ്പോൾ അതിൻ്റെ ബോഡി ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകും. ആ ഹെൽത്ത് പ്രോബ്ലത്തിൽ നിന്നും ഈ പറയുന്ന പോലെ ഒരു ഡിസീസ് സാധ്യതകളും ഉണ്ട്. അത് എന്നാലും വ്യാപകമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും ഒരുപാട് പേര് വയനാട്, ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ നിലവിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കരിമീൻ കുഞ്ഞുങ്ങൾ കൊണ്ടുപോയിട്ട് ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ കുളങ്ങളിൽ, വലിയ ആഴമുള്ള കുളങ്ങളിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ഈ കരിമീൻ കൃഷി എന്നുള്ളത്? അല്ലല്ല. ആഴമുള്ള എന്ന് പറഞ്ഞാൽ ഇതിനും വളരാൻ ഒരു 1.5 മീറ്ററിൽ കൂടുതൽ ആഴം ഉണ്ടാവണം. അത് അമിത ആഴത്തിലേക്ക് പോയാൽ അതിൻ്റെ വളർച്ച പ്രത്യേകിച്ച് ഗുണകരമായ സാഹചര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു 3 മീറ്ററിൽ കൂടുതൽ ആഴം ഉണ്ടാകാതിരിക്കുന്നത് തന്നെയായിരിക്കും കരിമീൻ കൃഷിക്ക് നല്ലത്. കരിമീൻ ആഴമുള്ള സ്ഥലങ്ങളിൽ വളർത്താൻ പറ്റും. കൂടുതൽ കരിമീൻ നമുക്കിപ്പോൾ ഒരു സെൻറ്റിൽ സാധാരണ നമുക്ക് ഒരു 1.5 മീറ്റർ ആഴമുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് 150 ഇടുന്നതെങ്കിൽ നമുക്ക് ഒരു 2.5-3 മീറ്റർ ആഴമുള്ള സ്ഥലത്ത് 200 കുഞ്ഞുങ്ങളെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനും വളർത്താനും പറ്റും. ഒരു സെന്റിൽ എത്ര മത്സ്യത്തെ നമുക്ക് വളർത്താൻ പറ്റും? കരിമീൻ ഒരു സെന്റിൽ 150 ആയിരിക്കും നല്ലത്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കൂടുതലായിരിക്കും. രണ്ടാമത്തെ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ നമ്പർ ഉണ്ടെങ്കിൽ കൂടുതൽ തീറ്റ കൊടുക്കണം. അപ്പോൾ കൂടുതൽ വേസ്റ്റ് ഉണ്ടാകും. അത് അമോണിയയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഓക്സിജൻ ഡിപ്രഷൻ്റെ സാധ്യതകൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇത് മറ്റു മത്സ്യങ്ങളെ പോലെ ഒരു 5 മാസം 4 മാസം കൊണ്ട് വളർത്തിയെടുക്കാവുന്ന ഒരു മത്സ്യമല്ല ഇത് മിനിമം 8 മാസം വേണം ഇത് നമുക്ക് പിടിക്കണമെങ്കിൽ, മത്സ്യത്തെ നമുക്ക് യാച്ച് ചെയ്യണമെങ്കിൽ 8 മാസം കൊണ്ട് നമ്മൾ ഈ പറയുന്ന 1 ഇഞ്ച് കുഞ്ഞുങ്ങളെ നമ്മൾ 8 മാസം കൊണ്ട് വളർത്തിയെടുത്താൽ പരമാവധി വളർന്ന വളർച്ചയെന്ന് പറഞ്ഞാൽ അത് 200 ഗ്രാം ആയിരിക്കും. അഥവാ 5 മത്സ്യം 1 കിലോ തൂങ്ങുന്ന കൗണ്ട്. വിപണിയിൽ അത്തരത്തിലുള്ള മത്സ്യത്തിന് 500 രൂപയ്ക്ക് മുകളിലായിരിക്കും മാർക്കറ്റ് വില. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കൃത്യമായ വളർച്ച എന്നുള്ളത്. അതായത് മത്സ്യം വിപണിയിൽ എത്തിക്കുമ്പോഴുള്ള ഏറ്റവും കൃത്യമായ വളർച്ച 150 ഗ്രാം മുതൽ 250 ഗ്രാം വരെയാണ്. എന്ന് പറഞ്ഞാൽ 6 മത്സ്യം മുതൽ 4 മത്സ്യം വരെ 1 കിലോഗ്രാം തൂങ്ങുന്ന സൈസാണ് വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. ഈ മത്സ്യം വളരും. ഇപ്പോൾ 2 കൊല്ലമോ 3 കൊല്ലമോ ഒക്കെ കിടന്നാൽ മത്സ്യം വളരും. അത് 2 കിലോ 2.5 കിലോ വരെയൊക്കെ വളർന്ന മത്സ്യങ്ങൾ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് തീറ്റക്രമോടൊന്ന് പറയാമോ എങ്ങനെയാണെന്നുള്ളത്? തീർച്ചയായിട്ടും. തീറ്റ മറ്റ് മത്സ്യങ്ങളെ പോലെ അമിതമായി തീറ്റ കഴിക്കുന്ന ഒരു മത്സ്യമല്ല ഇത്. അതിൻ്റെ കാരണം ഇതിൻ്റെ വയറ് വളരെ ചെറുതാണ്. മറ്റു മത്സ്യങ്ങൾക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന തീറ്റ ബോഡി വെയ്റ്റിൻ്റെ 4 to 6% തീറ്റ വരെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ മത്സ്യത്തിൻ്റെ പ്രത്യേകത ഒരു 3% ബോഡി വെയ്റ്റിൻ്റെ 3% മാക്സിമം 4% തീറ്റ കൊടുത്താൽ മതിയാവും. അതായത് 100 കിലോ ബയോമാസ് ഉള്ള ഒരു പോണ്ടിൽ 100 കിലോ മത്സ്യം കിടക്കുന്ന ഒരു പോണ്ടിൽ നമുക്ക് പരമാവധി ഒരു ദിവസം കൊടുക്കേണ്ട തീറ്റ 3 മുതൽ 4 കിലോ തീറ്റ ആയിരിക്കും. മറ്റു മത്സ്യങ്ങൾക്ക് അത് 4 കിലോഗ്രാം മുതൽ 6 കിലോഗ്രാം 8 കിലോഗ്രാം വരെ തീറ്റ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്.
അപ്പം ശരിക്കും പറഞ്ഞാൽ കരിമീൻ മത്സ്യകൃഷി മറ്റ് മത്സ്യകൃഷിയെ അപേക്ഷിച്ച് ലാഭകരമാണ്. തീർച്ചയായിട്ടും ലാഭകരമാണ്. കാരണം തീറ്റച്ചെലവ് വളരെ കുറവാണ്. തീറ്റച്ചെലവ് വളരെ, അത് മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത കൊണ്ട് ഇതിന് കമ്പനിയുടെ തീറ്റ തന്നെ നിർബന്ധമൊന്നുമില്ല. ഈ ഫിഷിന് നമുക്ക് കപ്പ അഥവാ മരച്ചീനി നമുക്ക് കൊടുക്കാൻ പറ്റും, ഗോതമ്പിൻ്റെ തവിട് കൊടുക്കാൻ പറ്റും, ചോറ് കൊടുക്കാൻ പറ്റും, ഗോതമ്പ് പുഴുകിയത് കൊടുക്കാൻ പറ്റും. പിന്നെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ചപ്പാത്തി, പൂപ്പലില്ലാത്ത ചപ്പാത്തി, നന്നായി വെയിലത്തുണക്കി ശരിക്കും പപ്പടം പോലെ ആകുന്ന ചപ്പാത്തിയാണ്. അത് പൊടിച്ചിട്ട് നമുക്ക് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തീറ്റകൾ എന്ത് തീറ്റയും ഇത് കഴിക്കും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ അമോണിയയുടെ പ്രോബ്ലം ഉണ്ടോ അതിൽ? വേസ്റ്റ് അത് തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മൾ കൃഷി ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സന്തോഷകരവും രസകരമായ അനുഭവമായിരിക്കും. അപ്പോൾ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അനാവശ്യമായിട്ട് തീറ്റ വാരിയിടുക, അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ശുങ്ക്യം തീറ്റകൾ കൊടുക്കുമ്പോൾ, വെള്ളത്തിന് അടിയിലേക്ക് പോകുന്ന തീറ്റകൾ കൊടുക്കുമ്പോൾ പരമാവധി ആഴ്ചയിൽ 5 ദിവസം മാത്രം തീറ്റ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ 2 ദിവസം തീറ്റ കൊടുത്തു, നമ്മൾ 1 ദിവസം തീറ്റ ഒഴിവാക്കുക. വീണ്ടും 2 ദിവസം നമ്മൾ തീറ്റ കൊടുക്കുന്നു, 1 ദിവസം ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഈ പറയുന്ന പ്ലാങ്ക്ടണ്, പ്ലവങ്ങൾ, അതോടൊപ്പം തന്നെയുള്ള ഈ കഴിഞ്ഞ ദിവസം കൊടുത്ത തീറ്റയിൽ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലി ഇത് പോണ്ട് ക്ലീൻ ചെയ്യുന്ന പോലെ ഇതെല്ലാം കൊത്തി കഴിക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ അമോണിയയുടെയും ഓക്സിജൻ്റെയും പ്രശ്നങ്ങൾ നമുക്കൊരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. ഇപ്പം പറഞ്ഞില്ലേ, കുറേ കുളങ്ങൾ പറഞ്ഞു, പടുതാക്കുളം പറഞ്ഞു, മൺകുളം പറഞ്ഞു, അതുപോലെ കല്ല് കെട്ടുന്ന കുളങ്ങൾ. ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ഇത് വളരാൻ ഏറ്റവും നല്ലതായിരിക്കും നാച്ചുറൽ ആയിട്ടുള്ള പോണ്ടുകളാണ്. ഇപ്പം നിങ്ങൾ കണ്ട നമ്മുടെ ഈ പോണ്ടുകൾ പോലെ അത് 5 സെൻറ്റോ 10 സെൻറ്റോ 1 ഏക്കറോ 10 ഏക്കറോ നാച്ചുറൽ പോണ്ടുകളാണ് കരിമീൻ നന്നായിട്ട് വിളയുന്നത്. എന്നാൽ ആർട്ടിഫിഷ്യൽ പോണ്ടുകളിൽ നിലവിൽ കരിമീൻ കൃഷി ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രത്യേകത, ചിലപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ വളർത്തുന്നവർ ഈ സ്ഥിരമായി ഇതിനടുത്ത് നമ്മുടെ സാമീപ്യം ഉള്ളത് കൊണ്ട് പലപ്പോഴും ഇതിൻ്റെ വളർച്ചയുടെ ഗ്രോത്ത് റേറ്റ് വളരെ കുറവായിരിക്കും. നമ്മുടെ ഇന്നൊക്കെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ ചെറിയ ടാങ്കുകളിലൊക്കെ ആയിരിക്കും വളർത്തിയിരിക്കുന്നത്. അവരൊക്കെ 8 മാസം 9 മാസം കഴിഞ്ഞാലും പറയും, ചേട്ടാ ഇത് 100 ഗ്രാം പോലും ആയിട്ടില്ല എന്ന് പറയും. അതിൻ്റെ കാരണം ചെറിയ സംവിധാനങ്ങളിൽ ഈ ഫിഷിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറവാണ്. നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പലപ്പോഴും ഇത് ചേറ് കഴിക്കുന്ന മത്സ്യമാണ്. ചേറ് കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു മത്സ്യവും ചെയ്യില്ല. ചേറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചേറിന് മുകളിൽ ആൽഗൈസ് ഉണ്ടാകും, അതോടൊപ്പം പായലുകൾ, ചെറിയ നൂല് പോലെയുള്ള പായലുകൾ ഉണ്ടാകും. ഈ പായലുകളെ ആയിരിക്കും ഇത് കൊത്തിക്കഴിക്കുന്നത്. അതല്ലാതെ ചേറ് കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ചേറിൻ്റെ ടേസ്റ്റുള്ള മീൻ എന്നൊക്കെ ആളുകൾ അത് പറയുന്നത് ഇത്തരം പായലുകൾ കഴിക്കുമ്പോൾ ചേറിൻ്റെ ടേസ്റ്റുള്ള എന്ന് പറഞ്ഞാൽ ഈ പായലുകൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ അത് ചേറിനോട് ചേർന്നാണ് പായലുകൾ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ആ ഒരു ചേറിൻ്റെ ഒരു ചുവ അതുണ്ടാകാറുണ്ട്. അത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ശുദ്ധജലത്തിൽ വളർത്തുമ്പോഴാണ്. ഒരു വെള്ളത്തിൽ ഒരിക്കൽ പോലും ചേറ് ചുവ എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാകത്തില്ല. ശുദ്ധജലത്തിൽ വളർത്തുന്ന മത്സ്യങ്ങളാണ് ഇത്തരം ആൽഗൈസ് കഴിച്ച് വളരുന്നത്. അതിന് ഈ ചേറിൻ്റെ ഒരു ചുവ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവമുണ്ട്. കരിമീനാണെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും തിലാപ്പിയ കൊടുക്കുന്ന ആളുകളുണ്ട്. കച്ചവടക്കാരല്ല, ഹോട്ടലുകൾ മറ്റുമൊക്കെയാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ഈ കരിമീൻ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെയൊക്കെ തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങൾ കൊടുക്കാറുണ്ട്. തിലാപ്പിയ ഈ ശുദ്ധജലത്തിൽ വളർന്ന് തിലാപ്പിയ പായലും മറ്റും കഴിക്കുന്ന തിലാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ കരിമീൻ അത് പറഞ്ഞോണ്ട് ചോദിക്കുക, കരിമീൻ ഡ്യൂപ്പ് ഉണ്ടോ? കരിമീൻ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആന്ധ്രയിൽ നിന്ന് കരിമീൻ വരുന്നുണ്ട്, ആന്ധ്ര കരിമീൻ എന്ന് പറഞ്ഞ്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ സാധനം കരിമീനാണെന്ന് തോന്നും. എങ്കിൽ പോലും നമ്മുടെ കരിമീനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. കുഴിയാനയും ആനയും പോലുള്ള വ്യത്യാസമാണ് ഈ പുറത്ത് വരുന്ന കരിമീൻ. അതുപോലെ വലിയ കരിമീനുകൾ ഒരിക്കൽ പോലും നിങ്ങൾ കരിമീനാണെന്ന് കരുതി വാങ്ങാൻ ശ്രമിക്കരുതും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വലിയ കരിമീൻ്റെ പ്രത്യേകത ആ വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ ബോഡിയും ഫ്ലഷി ആയിരിക്കും, അത്രയും മാംസം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് 8 ഇഞ്ച് വലിപ്പമുള്ള ഒരു കരിമീൻ നമ്മളെന്ന് പറഞ്ഞാൽ 300 ഗ്രാം കാണും. പക്ഷേ പുറത്തുനിന്ന് വരുന്ന 8 ഇഞ്ച് കരിമീൻ 100 ഗ്രാമിൽ താഴെ അല്ലെങ്കിൽ 150 ഗ്രാമേ ഉണ്ടാവത്തുള്ളൂ. ഡ്യൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കരിമീൻ ഇല്ല. ഈ കരിമീൻ ഈ ഒറ്റ ഒരെണ്ണം. അതെ. നമ്മുടെ ഈ ബ്രീഡിംഗ് യൂണിറ്റ് എങ്ങനെയാണെന്നും അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ? എങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും നമ്മളെങ്ങനെയാണ് കർഷകർക്ക് കൊടുക്കുന്നതെന്നും? നമ്മൾ കരിമീൻ വിത്തുൽപാദനമാണ് ഇപ്പം പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല 20 വർഷമായിട്ട് ഞാനൊരു ഡിഗ്രി കാലയളവിൽ തുടങ്ങിയ സംവിധാനമാണ്. വളരെ ചെറിയ എൻ്റെ വീട്ടിലെ വാതിക്കലുണ്ടായിരുന്ന വളരെ ചെറിയ ഒരു തോട്ടിൽ ഒരു 10 സെൻറ്റ് ഉണ്ടായിരുന്ന ഒരു തോട്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 സെൻറ്റ് ഉണ്ടായിരുന്ന 2 തോടുകളിലാണ് നമ്മളിത് ആരംഭിച്ചത്. ഇന്ന് ഞാനും എൻ്റെ അനുജനും കൂടെ ചേർന്നിട്ട് ഏകദേശം 9-10 ഏക്കറിന് മുകളിൽ ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് പ്രധാനമായിട്ടും പിന്നെ കരിമീൻ ബ്രീഡിംഗ് ആണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ ആ മേഖലയിലേക്ക് തിരിയാൻ കാരണം കരിമീൻ്റെ കുഞ്ഞുങ്ങൾക്ക് വ്യാപകമായ ആവശ്യക്കാരുണ്ടായത് കൊണ്ടാണ് നമ്മൾ ആ മേഖലയിലേക്ക് തിരിഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ കരിമീൻ കൃഷി തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. കരിമീൻ വിത്തുൽപാദനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണ കരിമീൻ്റെ വിത്ത് വ്യാപകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ശുദ്ധജലവും ഉപ്പുവെള്ളവും വന്നു ചേരുന്ന കായൽ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. അത് കരിമീൻ മാത്രമല്ല, നമ്മുടെ മിക്കവാറും മത്സ്യസമ്പത്തിലെ എല്ലാ മത്സ്യങ്ങളുടെയും ബ്രീഡിംഗ് നടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കായൽ മേഖലയാണ്. അപ്പോൾ നമ്മുടെ പ്രദേശം ആ കായലുമായി ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് നന്നായി കരിമീൻ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ കരിമീൻ വിത്ത് ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ
ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 സെൻറ്റ് പോണ്ടിൽ കരിമീൻ്റെ വിത്തുൽപാദനം നടത്തണമെങ്കിലും നടത്താൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന തരത്തിൽ സാധാരണ ഓരോരുത്തരും അവരവർ ചെയ്യുന്ന പ്രോജക്റ്റുകൾ പരിചയപ്പെടുത്താറില്ല, അവരുടെ ടെക്നോളജിയും ടെക്നിക്കൽ നോഹവും ഒന്നും റിവീൽ ചെയ്യാറില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നുമില്ല. ഈ മേഖലയിലേക്ക് വരിക വഴി ഒരു വരുമാന മാർഗവും നാട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ട് തൻ്റെ അമ്മയും അച്ഛനും ഭാര്യയും മക്കളോടും ഒപ്പം ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ കിട്ടുന്ന ഒരു മാർഗ്ഗമെന്നത് തലത്തിൽ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് കരിമീൻ കൃഷി എന്ന തരത്തിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ മുഴുവനായി പറയാൻ ശ്രമിക്കുന്നത്. കരിമീൻ വിത്തുൽപാദനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് 1 സെൻറ്റ് പോണ്ട്. 1 സെൻറ്റ് പോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ 4 മീറ്റർ വീതിയും 10 മീറ്റർ നീളവും ഉണ്ടെങ്കിൽ നമുക്ക് 1 സെൻറ്റ് പോണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 മീറ്റർ ലെങ്തിൽ ആണ് നമ്മൾ ഒരു ബ്രീഡിങ് ഒരു ടീം അഥവാ ഒരു ജോഡി ഒരു പേര് മത്സ്യം ഒരു സ്ഥലത്ത് മുട്ട വെച്ചാൽ അതിൽ നിന്ന് 2 മീറ്റർ അകലത്തിലെങ്കിലും ആയിരിക്കണം മിനിമം അടുത്ത മീൻ മുട്ട വെക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ 2ഉം മറു സൈഡിൽ ഏകദേശം 4 സെറ്റ് മീനെ നമുക്ക് വിടാൻ പറ്റും. അഥവാ 8 ജോഡി മത്സ്യത്തെ നമുക്ക് 1 സെൻറ്റ് പോണ്ടിൽ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും. ബ്രീഡ് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോണ്ട് നന്നായി ക്ലീൻ ചെയ്യുക, അതിനുശേഷം വെള്ളം കയറ്റുക. വെള്ളം കയറ്റിയിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ ബ്രൂഡർ സ്റ്റോക്കിന് നമ്മൾ സ്റ്റോക്ക് ചെയ്യുക. നമ്മൾ വാങ്ങിയ ഇപ്പോൾ നമ്മുടെ കരിമീൻ ജോഡി മത്സ്യത്തെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നിങ്ങളുടെ പോണ്ട് ക്ലീൻ ചെയ്ത പോണ്ടിനകത്തേക്ക് ഈ ജോഡി മത്സ്യത്തെ എന്ത് ചെയ്യുക, നമ്മൾ നിക്ഷേപിക്കുന്നു. നിക്ഷേപിക്കുമ്പോൾ ഇതിന് മുട്ട വെക്കുന്നതിനാവശ്യമായ ചില കാര്യങ്ങൾ ചെയ്യണം. ഹാർഡായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ ചെരുപ്പ്, കുപ്പികൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പിന്നെ കൊതുമ്പ് പോലെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുളത്തിൽ ഇപ്പോൾ 2 മീറ്റർ ആഴമുള്ള അല്ലെങ്കിൽ 1.5 മീറ്റർ ആഴമുള്ള ഒരു പോണ്ടാണെങ്കിൽ ആ പോണ്ടിൽ നമുക്ക് കുത്തി ആദ്യം അത് സൈഡിൽ നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മത്സ്യത്തെ നിക്ഷേപിക്കുക. ആ സൈഡിലേക്ക് വന്നിട്ട് ഇത് അവിടെ എല്ലാം വളരെ മനോഹരമായി ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ മുട്ട പതുക്കെ പറ്റിച്ചു വെക്കും. പറ്റിച്ചു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്രീഡിംഗ് നടത്തുന്ന ഒരു മത്സ്യമാണിത്. പെൺമത്സ്യം ഇങ്ങനെ ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഏതെങ്കിലും സാധനത്തിനകത്തേക്ക് മുട്ട കൊണ്ടുവന്ന് ഒട്ടിച്ചു പിടിപ്പിക്കുന്നു. അതിലേക്ക് ആൺമത്സ്യം വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, സ്പേം ഇഞ്ചക്ട് ചെയ്യുകയാണ്. അങ്ങനെ വളരെ മനോഹരമായ രസകരമായ ഒരു കാഴ്ചയാണത്. അങ്ങനെ മുട്ട പറ്റിച്ച് ഏകദേശം ഒരു 700 മുട്ട മുതൽ 3000-4000 മുട്ട വരെ ഒരു മത്സ്യം എന്ത് ചെയ്യാറുണ്ട്, ഒരു തവണ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇത് നമുക്ക് വിരിഞ്ഞ് കിട്ടുമ്പോൾ മറ്റ് കളമത്സ്യങ്ങളോ മറ്റ് ഇഷ്യൂസോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു 1500 മുതൽ 2500, 3000 കുഞ്ഞുങ്ങൾ വരെ നമുക്ക് ഒരു ജോഡിയിൽ നിന്ന് കിട്ടും. എന്നാൽ സാധാരണയായിട്ട് ഒരു 750, 1000, 1500 കുഞ്ഞുങ്ങളെയാണ് പരമാവധി കിട്ടുന്നത്. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 ദിവസം കൊണ്ട് നമുക്കത് വിൽപ്പനയ്ക്ക് പാകമാകും. എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ അഥവാ 1 ഇഞ്ചിന് മുകളിലേക്ക് ഒരു 30-35 ദിവസം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെത്തും. ആ 35 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ വിതരണം ആരംഭിക്കും. അവിടെ നമ്മൾ 2-2.5 ഇഞ്ച് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ മുതൽ 6-6.5 സെൻറ്റിമീറ്റർ വരെ വലിപ്പത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങൾ സാധാരണ സപ്ലൈ ചെയ്യുന്നത്, 2-2.5 ഇഞ്ച്. അപ്പം അതാണ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളുടെ ഒരു ഉൽപ്പാദന വിപണന രീതി. നമ്മളൊരു ജോഡി മത്സ്യം എത്ര തവണ നമ്മൾ ബ്രീഡ് ചെയ്യിക്കും എന്നുള്ളത്. സത്യത്തിൽ ഈ ബ്രീഡ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ടേം പോലും തെറ്റാണ്. കൃത്രിമമായി നമ്മൾ ബ്രീഡ് ചെയ്യിക്കുന്നില്ല. ഓൾറെഡി ഇത് നാച്ചുറൽ ബ്രീഡിംഗ് ആണ് നടക്കുന്നത്. എത്ര തവണ ബ്രീഡ് ചെയ്യിക്കും എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം. ഇത് സാധാരണ മുട്ട വെച്ചു അത് ഒരു മാസം കൊണ്ട് നമ്മൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ക്യാച്ച് ചെയ്യുന്നത് കരുതുക. കുഞ്ഞുങ്ങളെ ക്യാച്ച് ചെയ്താൽ തൊട്ടടുത്ത് 28ാമത്തെ ദിവസത്തിനുള്ളിൽ ഇത് മുട്ടയ്ക്ക് തയ്യാറാവും. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കുറഞ്ഞത് 11 മുതൽ 12 തവണ വരെ ഇത് മുട്ട വെക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതൊരു പക്ഷേ കേൾക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിസർച്ചൊക്കെ നടത്തിയിട്ടുള്ളവർക്ക് അഭിപ്രായങ്ങളുണ്ടാവാം. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ജീവിത അനുഭവമാണ്, കൃഷി ചെയ്തുള്ള അനുഭവമാണ്. ഡിബേറ്റ് ചെയ്യാം, കൃഷി ചെയ്തുള്ള അനുഭവമാണ്. ഷാർപ്പായും അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കരിമീന് വിരിഞ്ഞു 1 ഇഞ്ച് കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ തള്ളയിൽ നിന്നും കുഞ്ഞുങ്ങളെ വേർപെടുത്തണം. തള്ളയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വേർപെടുത്തുന്നില്ല എങ്കിൽ ഇത് കുറഞ്ഞത് 3 മാസം വരെ കുഞ്ഞുങ്ങളുമായി നടക്കും. മനസ്സിലായി? കുഞ്ഞുങ്ങളെ പോറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ ഭയങ്കരമായ പേരന്റൽ കെയർ ഉള്ള ഒരു ഫിഷാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ അന്നേരം മാറ്റണം എന്തായാലും. അതെ, കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇത് അടുത്ത ബ്രീഡിംഗ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഏകദേശം 3 മുതൽ 4 മാസം വരെ, മിനിമം 3 മാസം വരെ ഇത് കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മളിപ്പോൾ ആ വീശുന്നതിന് മുമ്പ് ഒരു തേങ്ങ എടുത്തിട്ടില്ലേ, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതായത് ഇത് കായലുകളിലും അതേപോലെ വലിയ ജലാശയങ്ങളിൽ വീശുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് അതായത് നമ്മൾ ഈ സാധനം ഇടുമ്പോൾ ചില മത്സ്യങ്ങൾ ഈ സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് വരും. എല്ലാ മത്സ്യങ്ങളുമല്ല, പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ കരിഞ്ച,
കണമ്പ്, അതുപോലെ തന്നെ ചാങ്കണ്ണി എന്നറിയപ്പെടുന്ന മത്സ്യം, വറ്റ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ആക്രമിച്ച് ഇര തേടുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ഇര തേടുന്ന മത്സ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് വറ്റ പോലെയുള്ള, ചാങ്കണ്ണി പോലെയുള്ള. അതുപോലെ തന്നെ കണമ്പ് ഫൈറ്റ് ചെയ്ത് കഴിക്കുന്ന അല്ലെങ്കിൽ പോലും കണമ്പുമൊക്കെ ഈ സൗണ്ട് കേട്ട സ്ഥലത്തേക്ക്, വെള്ളത്തിൽ ഓളമുണ്ടായ സ്ഥലത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതങ്ങോട്ട് ഇട്ട് ഇത് താഴേക്ക് ചെല്ലും. ആദ്യം ഈ മത്സ്യം ഒന്ന് അരച്ച് ഓടിയതിന് ശേഷം ഈ സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് പതുക്കെ വന്നിട്ട് ഈ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയ ഈ സാധനത്തിൻ്റെ അടിയിലേക്ക് ഇത് ചെല്ലും. ആ സമയത്ത് നമ്മൾ വീശി വിടുമ്പോൾ ഇവൻ ഒരു പക്ഷേ ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്താണേലും അങ്ങനെ വീശുമ്പോൾ നമുക്ക് മറ്റ് വീശുന്ന സമയത്തേക്കാൾ വളരെ കൂടുതൽ മത്സ്യങ്ങളായിരിക്കും ലഭിക്കുക. ഈ സൗണ്ടിൻ്റെ ഓളം നിൽക്കുന്നതുകൊണ്ട് വല വീഴുന്നത് ഒരു പക്ഷേ മത്സ്യത്തിന് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാവാം. അവനെ പറ്റിക്കുന്ന അതെ, നമ്മൾ അവനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രിക്കാണ്. പക്ഷേ ഞാനിപ്പോ ശ്രദ്ധിച്ചപ്പോഴേ നിങ്ങൾ ഒരു ഇതെടുത്ത് എറിഞ്ഞു, കറക്റ്റ് സെന്ററിൽ തന്നെ നിങ്ങൾ എങ്ങനെ വീശി? വീശുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് നമ്മളൊരു പോയിന്റ് ചെയ്താണ് വീശുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതാ സ്പോട്ടിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ അതിലേക്ക് വന്നിങ്ങനെ ഇത് കുത്തി താഴേക്ക് പോകുന്ന സമയത്ത് വല അതിന്റെ കറക്റ്റ് സെൻട്രൽ വർത്തകരത്തിൽ വീശിയാൽ എങ്ങോട്ട് ഓടിയാലും ഇവൻ വലയ്ക്കകത്ത് കെടിയും. അപ്പൊ അത് ഒരു പ്രാക്ടീസിലൂടെ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഒരു പ്രാക്ടീസിലൂടെ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളൊരു കിടുക്കാച്ചി എപ്പിസോഡ് അവസാനിപ്പിച്ചു വിടുന്ന ഈ യാത്ര പറയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇസ്മി ജോബിംഗ് മണി സൈനിങ് ഫ്രം മകരക്കോയത്.